വിഷുവിൻ്റെ ദിവസം ഭഗവാൻ അത്ഭുതപ്പെടുത്തി. ആരെയാണ് അത്ഭുതപ്പെടുത്തിയത് അറിയണ്ടേ? ആദ്യം പറയട്ടെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ മിസ്സായിട്ടോ നിങ്ങൾ അയച്ചു തന്നതൊക്കെ. അപ്പോൾ എനിക്ക് വീണ്ടും നിങ്ങളെല്ലാവരും അയച്ചു തന്നവർ ഒന്നുകൂടി അയച്ചു തരിക. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ദീപ സിജു ആണേ. എനിക്ക് കുറേ അനുഭവങ്ങൾ എൻ്റെ കണ്ണൻ തന്നിട്ടുണ്ട്. ഇതെനിക്ക് വിഷുവിൻ്റെ തലേ ദിവസം ഉണ്ടായിട്ടുള്ള അനുഭവമാണ് കേട്ടോ. 2 ദിവസമായി ഇത് എഴുതാൻ മനസ്സിൽ നിന്നും ഒരു ഉൾവിളി. ഞാനും മോളും മാത്രമാണ്. ഹസ്ബൻഡ് മരിച്ചിട്ട് 5 വർഷമായി. ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കണ്ണനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ അച്ഛനും ആങ്ങളെയും ഭർത്താവും മകനും എല്ലാം എൻ്റെ കണ്ണനാണ്. ഞാൻ രാത്രി വിഷമിച്ച് കരഞ്ഞാൽ പിറ്റേ ദിവസം മഞ്ചാടിക്കുരു കാണിച്ചു തന്ന് എന്നെ സമാധാനിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറയാം. വിഷുവിൻ്റെ 2 ദിവസം മുൻപേ ഞാൻ കണിവെക്കാനുള്ള ഒരു വിധപ്പെട്ടതൊക്കെ വാങ്ങി. എല്ലാത്തിനും ഞാൻ തന്നെ ഓടണ്ടേ എന്നോർത്ത് ഓരോന്ന് വാങ്ങി സൂക്ഷിച്ചു. വിഷുവിൻ്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് വെറുതെ കിടക്കുകയായിരുന്നു. 4 മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കണിക്കൊന്ന് കിട്ടിയില്ലല്ലോ ഭഗവാനെ എന്ന് ഓർത്തതേയുള്ളൂ. പെട്ടെന്ന് കാളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അത് കേട്ട് വാതിൽ തുറന്നപ്പോൾ വല്ലപ്പോഴും വീട്ടിൽ വരാറുള്ള അനിയത്തിയുടെ മകള്, വലിയമ്മേ കണിക്കൊന്ന കിട്ടിയോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, ഞാനൊരു കുല തരാമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. ഞാൻ മനസ്സിലോർത്തപ്പോൾ തന്നെ എൻ്റെ കണ്ണൻ എനിക്ക് തന്നല്ലോ. ഞാൻ എൻ്റെ മോളിനോടും പറഞ്ഞു, ഈ പ്രാവശ്യമാണ് ഞാൻ വാൽക്കണ്ണാടിയും കസവുമുണ്ടും മഞ്ചാടിയും അങ്ങനെ എല്ലാം വെച്ച് കണിയൊരുക്കിയത്. എന്നെ രക്ഷിക്കാൻ എൻ്റെ കണ്ണനല്ലാതെ മറ്റാരാണുള്ളത്? ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ സാർ. ത്രിമധുരം ഗ്രൂപ്പിൽ നിന്നും എനിക്ക് ആദ്യത്തെ സമ്മാനം വീട്ടിൽ വന്ന ദിവസമാണ് ഞാൻ പുതിയ കമ്പനിയിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ജോയിൻ ചെയ്തത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ജോലി നന്നായിട്ട് നടക്കുന്നു. ആവശ്യത്തിന് വരുമാനം കിട്ടുന്നുണ്ട്. സന്തോഷം, സമാധാനം. നന്ദി സാർ. ഗ്രൂപ്പിലെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി. ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും. എഴുതുന്തോറും കൂടിക്കൂടി വരുന്നു. എത്രമാത്രം എഴുതിയാലും തീരില്ല കണ്ണൻ്റെ അനുഭവങ്ങൾ. ഹരേ കൃഷ്ണ. ദീപാ സിജു. ദീപാജി, ഇപ്പം കേട്ടപ്പോൾ സന്തോഷമായിട്ടോ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആണല്ലോ ഉള്ളത്. അപ്പം ഗ്രൂപ്പിൽ എന്തായാലും ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു സംഭവമില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പം അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും. ഹരേ കൃഷ്ണ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ ഹരേ കൃഷ്ണ.